വേതന വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നഴ്സുമാരുടെ പ്രതിഷേധം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് നഴ്സുമാരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ സമരം ശക്തമാക്കുമെന്ന് നഴ്സുമാർ മുന്നറിയിപ്പ് നൽകി. നടരാജ പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയാണ്. 1000-ലധികം നഴ്സുമാരാണ് നിരവധി ആവശ്യങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും നഴ്സുമാരിവിടെ പ്രതിഷേധ സമരവുമായി എത്തിയിട്ടുണ്ട്. ഇവിടെ തങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ അവർ തുറന്നു പറയുകയും അതിന് അധികാരികൾ ഇടപെട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടർന്നു കൊണ്ടുപോകും എന്നാണ് ഇവർ പറയുന്നത്. നമ്മളൊപ്പം അസോസിയേഷന്റെ ഭാരവാഹികളുണ്ട്. ഏത് തരത്തിലാണ് പ്രതിഷേധം തുടരാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം 2 ദിവസം കൂടെ, നാളെയും കൂടെ ഇവിടെ കളക്ടറേറ്റിൽ ധർണ. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പ്രത്യേകിച്ച് സമരപരിപാടികളൊന്നുമില്ല. തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഇവിടുന്ന് ലോങ് മാർച്ച് ട്രിവാൻഡ്രത്തേക്ക്, മറ്റ് കോഴിക്കോട്, അവിടെ നിന്നുള്ള ഇങ്ങോട്ട് ജില്ലകൾ ഇവിടെ എത്തിച്ചേരും. ഇവിടുന്ന് ഞങ്ങൾ സമ്പൂർണ്ണമായി പണം മുടക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്കുള്ള കാൽനടയായിട്ടുള്ള ലോങ് മാർച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓരോ ജില്ലകളും കടന്നു പോകാനാണ്. ഓരോ ജില്ലകളും കടന്ന് ചെല്ലുന്നതനുസരിച്ച് അവർ നമ്മുടെ ഒപ്പം ചേരും. അപ്പം ഒരു എറണാകുളം ചെല്ലുമ്പോൾ 10,000-കണക്കിന് ആളുകളുമായിട്ടുള്ളൊരു ലോങ് മാർച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് തുടർന്ന് മുന്നോട്ട് പോകും. ഏത് ദിവസം തിരുവനന്തപുരത്ത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നാളെ കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളാവുള്ളൂ. ഏകദേശം എന്തായാലും തിങ്കളാഴ്ച തന്നെ തുടങ്ങാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ കൗൺസിൽ മീറ്റിംഗ് തീരുമാനിച്ചിട്ട് അറിയും. എന്തായാലും നിലവിൽ കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും നഴ്സുമാർ ജോലിയിലുണ്ട്. അവരെ കൂടി പിൻവലിക്കാനാണ് തീരുമാനം. തിങ്കളാഴ്ച രാവിലെ തൊട്ട് എല്ലാവരും ഡ്യൂട്ടിയിൽ, നമ്മുടെ യൂണിയൻ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങും. ഇപ്പം 3-1 സ്റ്റാഫുകൾ അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ICU മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ വിട്ടുവെച്ചിരിക്കുന്നത്. അവിടെയുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് 2-3 ദിവസത്തേക്ക് മാത്രം നമ്മൾ സ്റ്റാഫിനെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ തൃശൂർ കളക്ടറേറ്റ് മുന്നിലുള്ള പ്രതിഷേധ സ്ഥലത്തിന്റെ ആ അറ്റം വരെ ഏതാണ്ട് ആയിരക്കണക്കിന് നഴ്സുമാർ അണിനിരന്നിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായ പരിഹാരം അധികൃതർ കാണുന്നില്ലെങ്കിൽ വലിയ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.